ബ്രസീലോ? ഏത് ബ്രസീൽ? ഇന്ന് അർജന്റീനയും ഫ്രാൻസും ഒക്കെയാണ് ഏറ്റവും മികച്ച ടീമുകൾ. പിന്നെ നെയ്മർ അയാളിപ്പോൾ പഴയ നെയ്മറൊന്നുമല്ല. നെയ്മറൊക്കെ തീർന്നിട്ട് കാലം കുറച്ചായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അവരുടെ മുന്നിൽ പണ്ട് പരാജയം വരിച്ചിരുന്ന പഴയ ടീമുമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം വിജയിക്കുന്നത് ഞങ്ങൾ തന്നെയായിരിക്കും. അങ്ങനെയൊരു സാരം കൂടി ഉണ്ടായിരുന്നു ജപ്പാൻ താരമായ കെൻഡോ ഷിയോഗിയുടെ വാക്കുകളിൽ. കെൻഡോ ഷിയോഗിയുടെ വാക്കുകൾ വിശ്വസിച്ച് കനവ് കണ്ട് ആദ്യ ഗോൾ നേടിയപ്പോൾ അത് ആസ്വദിച്ച് ലഹരി പിടിച്ച് ജപ്പാൻ ഗാലറിയുടെ നെഞ്ച് തകരുന്ന കാഴ്ചയോടെയാണ് ഈ കഥ അവസാനിപ്പിക്കുന്നത്. അല്ല, ബ്രസീൽ തീർത്ത് കളഞ്ഞു. നിങ്ങൾ ഈ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? നിങ്ങൾ ഈ ആരെയാണ് ഈ പേടിപ്പിക്കുന്നത്? 4 വർഷം കൂടുമ്പോൾ യൂറോപ്പിന് ഭയപ്പെടുത്താനെത്തുന്ന ഭൂതങ്ങളെന്നൊക്കെ പറഞ്ഞ് വായാട്ടം നടത്തുന്നത് ആരോടായിരുന്നു? ഈ ദിവസം ബ്രസീലിനെ സാമുറായികൾ തീർക്കുമെന്നായിരുന്നു പലരും പറഞ്ഞു കൂട്ടിയത്. ഈ നെഞ്ചിൽ കിടക്കുന്ന 5 എണ്ണം അങ്ങനെ പണിയാൻ വന്നവരെ തീർത്ത് ഒത്തിവെച്ചതാണ് എന്ന് അവർ ഓർത്തു കാണില്ല. അതെ, ഇത് ബ്രസീലാണ്. അയാൾ ആ ചൂയിങ്കം ചവച്ച് അമർഷത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അതെ, ഇത് കാർലോയുടെയും കൂടി ബ്രസീലാണ്. ഡോൺ കാർലോയുടെ ബ്രസീൽ. ആക്രമണം അപ്പാടെ ഒഴിഞ്ഞ ആദ്യ പകുതിയിലെ ലീഡ് നന്നെ ആസ്വദിച്ചിരിക്കുമ്പോൾ രണ്ടാം പകുതിയുടെ മിനിറ്റ് സൂചിയിൽ ഇത്രയും ചൂട് പിടിക്കുമെന്ന് ജപ്പാനും അവരുടെ ആരാധകരും ഓർത്തു കാണില്ല. ആ ചൂടിൽ സാമ്രായിയുടെ സന്തോഷം അപ്പാടെ നിലയ്ക്കുമെന്നും ആരും കരുതി കാണില്ല. പലവട്ടം രക്ഷപ്പെട്ട ജപ്പാൻ ജർമ്മനി കഥ ആവർത്തിക്കുമെന്ന് ആശ്വസിച്ച് കാണണം. എന്നാൽ ഈ കഥയിലെ നായകന്മാർ ജർമ്മനിയല്ലായിരുന്നു, മറിച്ച് ബ്രസീലായിരുന്നു. ശാന്തമായ കളിയിൽ നിന്നും ബ്രസീലിൻ്റെ മൂർച്ച കൂടുമ്പോൾ ഗബ്രിയലിൻ്റെ ക്രോസിനെ തലവെച്ചുകൊണ്ട് കാസി സമനില ഗോൾ നേടുന്നത് കാണാം. അവിടെയും നിലച്ചില്ല ആട്ടം. പ്രവചനങ്ങളും ഗാലറിയിലെ സാമ്രായി ചാറ്റുകളെയും പ്രസ് കോൺഫറൻസിലെ വായാട്ടത്തെയും തീർക്കണമായിരുന്നു അവർക്ക്. അതെ, എൻട്രിക് ഉൾപ്പെടെ തീർത്ത സ്പീഡ് ഗെയിമിങ്ങിന് തെല്ലൊന്ന് വേഗത കുറച്ചുകൊണ്ട് ഡൊമിനേറ്റ് ചെയ്യപ്പെടുന്ന ബ്രസീൽ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുന്നുണ്ട്. ശേഷം പ്ലാൻ മാറ്റാമെന്നായി ജപ്പാൻ്റെ പരിശീലകൻ. അയാൾ തൻ്റെ പേനയും പേപ്പറും എടുത്ത് തയ്യാറാകുന്നുമുണ്ട്. പക്ഷേ മുൻവിധികളെ, ചിന്തകളെ, പരിഹാസത്തെ, പരാജയങ്ങളെ, അവരുടെ പരാജയം കാണാൻ കാത്തിരുന്നവരുടെ ഓർമ്മകളെ അപ്പാടെ ഹൂസ്റ്റൻ്റെ മൈതാനത്തിട്ട് തീർത്ത് കളയുന്നുണ്ടവർ. എൻട്രിക്കിൽ തുടങ്ങി റയാനും ഗുംറസിലും ശേഷം മാർട്ടിനെല്ലിയുടെ വലങ്കാൽ വിധി എഴുതിയത് ബ്രസീലിൻ്റെ വിജയവും ജപ്പാൻ്റെ തലവരയും കൂടിയായിരുന്നു. ജപ്പാൻ ഒരു മികച്ച ടീമാണ്. അവർ മികച്ച ടീമായി കഴിഞ്ഞിട്ട് വർഷങ്ങളേറെയായി. എല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റിലങ്ങ് ഞങ്ങൾ എടുക്കും. പക്ഷേ വെല്ലുവിളികൾ ആവരുതെന്ന് മാത്രം. നാട്ടിൽ പോയി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ബ്രസീലിന് മുന്നിൽ തീർന്നുവെന്ന് പറഞ്ഞാൽ മതിയാകും. കൂടെ ഇന്ന് ബ്രസീലിനെ തോൽവി കാണുവാൻ ഇങ്ങ് കേരളത്തിൽ പോലും ഉറക്കമൊഴിച്ചവർ നീറുന്ന മനസ്സുമായി നിദ്രയിലേക്ക് പോകാം. അതെ, ഇത് ബ്രസീലാണ്. ആ കനേറിയൻ യെല്ലോയ്ക്ക് അങ്ങനെയൊരു ചരിത്രമുണ്ട്. അവരുടെ പാരമ്പര്യം ഇതുതന്നെയാണ്. അവിടെ വിലയിടാൻ ചെന്ന് കയറിക്കൊടുക്കുന്നവരെ പണിഞ്ഞ് നേടിയതാണ് അങ്ങ് ഷെൽഫിലിരിക്കുന്ന 5 എണ്ണവും. ഇനിയും മഹായുദ്ധങ്ങൾ വരുന്നുണ്ട്, ഞങ്ങൾക്കറിയാം. പക്ഷേ ആഞ്ചലോട്ടിയും പിള്ളേരും സെറ്റാണ്. ഒരുങ്ങിയിരിക്കണം ബ്രസീലുമായുള്ള യുദ്ധങ്ങൾക്ക്. കളിക്കുന്നുണ്ട്.